വാച്ചറൊക്കെ നന്നായിട്ടുണ്ട് ഇപ്പോൾ. ഇല്ലെങ്കിൽ ഞാൻ നന്നാക്കിക്കൊള്ളാന്ന്. പിള്ളേരുടെ കാര്യമല്ലേ, കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ നോക്കും. അതിനത് വിട്ടുവീഴ്ചയില്ല. 1000-ഓളം പിള്ളേർ തന്ന മെമ്മോറാണ്ടാണ്. അമൽജ്യോതി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക പീഡനങ്ങൾക്കെതിരെ 1000 വിദ്യാർത്ഥികൾ ഒപ്പിട്ട പരാതിയാണ് PC ജോർജിന് നൽകിയിരിക്കുന്നത്. ഹോസ്റ്റലിലും കോളേജിലും തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തെക്കുറിച്ചാണ് വിദ്യാർത്ഥികൾ പരാതിയിൽ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. സ്വകാര്യതയെ പോലും ഹനിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചെറിയ തെറ്റുകൾക്ക് പോലും പിഴയായി ഈടാക്കുന്നത് വലിയ തുക. പ്രതികരിക്കുന്നവരെ കുറ്റവാളികളായി ചിത്രീകരിച്ച് പുറത്താക്കുകയാണെന്നും പരാതിയിലുണ്ട്. മാനേജ്മെന്റിനെതിരെ കടുത്ത വാക്കുകളിലായിരുന്നു PC ജോർജിന്റെ പ്രതികരണം. പിള്ളേരെ അടിമകളാക്കുന്നത്ര വളരെ മോശമായി കുഞ്ഞുങ്ങളോട് പെരുമാറുക, സംസാര ഭാഷ മോശം, പെൺകുട്ടികളോടും മറ്റും 10-18 വയസ്സായ പെൺകുട്ടികളോടും ഇത്തരം വൃത്തികെട്ട ഭാഷയൊക്കെ സംസാരിക്കുന്നത് എങ്ങനെ സമ്മതിക്കാൻ പറ്റും? അതുപോലെ വാച്ചർ ചേരുന്ന പിള്ളേരെ താടിയ രോമം ഉണ്ടെന്ന് നോക്കിയിട്ട് പഠിച്ചുകൊണ്ട് പാടാന്ന് പറയുകയാണ്. ഇതെന്നാ ഇത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. ഇതൊന്നും സമ്മതിക്കില്ല. ഇവനെയൊക്കെ മര്യാദ പഠിപ്പിക്കും. പരീക്ഷ വൈകിയതിനെതിരെ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച വിദ്യാർത്ഥിയെ പുറത്താക്കിയ സംഭവത്തിന് ശേഷമാണ് അമൽജ്യോതി കോളേജ് വിവാദങ്ങളിൽ നിറയുന്നത്. വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്കെതിരെയും അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാനേജ്മെന്റ്. ആദ്യഘട്ടത്തിൽ സമരവുമായി രംഗത്തിറങ്ങിയ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും പിൻവലിഞ്ഞ സാഹചര്യത്തിലാണ് PC ജോർജ് ശക്തമായ നിലപാടുമായി രംഗത്തു വന്നിരിക്കുന്നത്. മജു ജോർജ്, റിപ്പോർട്ടർ, കോട്ടയം.